കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 21, 29 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് ഒരു ഉപമ പറഞ്ഞു. അത്തിമരത്തെയും മറ്റ് മരങ്ങളെയും നോക്കുവിൻ. അവ തളിർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അതുപോലെ കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊള്ളുവിൻ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എല്ലാം സംഭവിക്കുന്നത് വരെ ഈ തലമുറ കടന്നു പോവുകയില്ല. ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ദൈവരാജ്യത്തെക്കുറിച്ചുള്ള വിശകലനങ്ങളും അന്ത്യകാലത്തിൻ്റെ അടയാളങ്ങളൊക്കെയാണ് ഈ ആരാധന ക്രമവത്സരത്തിൻ്റെ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ വായിച്ചു കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഞായറാഴ്ച മുതൽ കർത്താവിനെ സ്വീകരിക്കാൻ ക്രിസ്മസിൻ്റേതായ ഒരുക്കങ്ങളും അതുമായി ബന്ധപ്പെട്ട വായനകളിലേക്കൊക്കെ നമ്മൾ പ്രവേശിക്കും. ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നതിൻ്റെ ഒരു തുടർച്ചയാണ് ഇന്നത്തെ സുവിശേഷം. അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു 2-3 കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി വചനം നമ്മുടെ മുമ്പിൽ വയ്ക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണ് തുറന്ന് നമ്മൾ ചുറ്റുപാട് നോക്കണം. അന്ധരാകരുത്. ചുറ്റുപാട് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അന്ധരാകരുത്. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്നറിയാം, നമ്മുടെ വീടിൻ്റെ മതിൽ പൊളിക്കുന്നത് വരെ നമ്മളൊന്നിനെക്കുറിച്ചും അസ്വസ്ഥരല്ല. അവിടെയല്ലേ കുഴപ്പമില്ല, അവിടെ നടന്നു, ഇവിടെയല്ലേ അത് നടന്നോട്ട് ഇപ്പം എന്നാ കുഴപ്പം, അത് അവർക്കല്ലേ സംഭവിച്ചത്. നമ്മുടെ വീടിൻ്റെ ഭവനത്തിൻ്റെയൊക്കെ മതിൽ പൊളിക്കുന്നവരെ നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നവരെ നമ്മൾ നിസ്സംഗരാണ് പല കാര്യങ്ങളെക്കുറിച്ച്. ഇവിടെ വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്, ചുറ്റുപാട് നോക്കുക, എന്നിട്ട് കാലത്തിൻ്റെ അടയാളങ്ങളെ വ്യാഖ്യാനിക്കണം. കാലാവസ്ഥയുടെ വ്യതിയാനങ്ങളെ നിങ്ങൾ എത്ര കണ്ട് കൃത്യമായിട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് എന്ന് പറയുന്ന പോലെ കാലത്തിൻ്റെ അടയാളങ്ങളെയും നമ്മൾ വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം തെരഞ്ഞെടുപ്പിൻ്റെ കാലമാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ഊർജിതമായിട്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കുകയും നമുക്ക് ഗുണകരമാകുന്ന വ്യക്തിയെ കണ്ടുപിടിച്ച് അവർക്ക് വേണ്ടി നമ്മൾ വോട്ട് ചെയ്യുകയും ചെയ്യും. കാരണം എന്താ, വിദൂര ഭാവിയിൽ നമുക്ക് എന്തെങ്കിലും നന്മയുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചിട്ടാണ് ഒരു വ്യക്തിയെ നമ്മൾ തിരഞ്ഞെടുത്ത് വോട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുമ്പോഴും നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വിഷയങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവരാജ്യവുമായി ബന്ധപ്പെട്ട്, നിത്യജീവനുമായി ബന്ധപ്പെട്ട്, കർത്താവിൻ്റെ വരവനെക്കുറിച്ചുള്ള വചനങ്ങളും പ്രതിപാദിക്കപ്പെടുമ്പോൾ നമ്മുടെ ഈ ലോക ജീവിതത്തെക്കുറിച്ച് മാത്രമല്ല, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ച് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ വ്യതിയാനങ്ങളെ നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ ആത്മീയ ജീവിതം ഏത് കാലത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, ഏതവസ്ഥയിലാണ് നമ്മുടെ ആത്മീയ ജീവിതം, ഈ ഒരു അവസ്ഥയിൽ തുടർന്നാൽ ഈശോ വാഗ്ദാനം ചെയ്ത നിത്യജീവനിലേക്കും സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്കും നമ്മൾ പ്രവേശിക്കുമോ, ഇതുകൂടി വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്, ഇതുകൂടി ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അപ്പോൾ ലൗകികവും ലോകവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കുകയും അതിനെ വളരെ കൃത്യതയോടുകൂടി വ്യാഖ്യാനിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ ആത്മീയ ജീവിതത്തെയും നമ്മുടെ നിത്യജീവിതത്തെയും വരാനിരിക്കുന്ന ജീവിതത്തെയും ഒക്കെ നമ്മൾ നിരന്തരമായ ഒരു വ്യാഖ്യാനത്തിനും വിശകലനത്തിനും വിധേയമാക്കേണ്ടതുണ്ട് എന്നുകൂടി സുവിശേഷം നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ ചുറ്റുപാട് നോക്കുക. നമ്മൾ ആത്മീയ അന്ധരാകരുത്. ഭൗതികമായി നമുക്ക് ശാരീരികമായൊക്കെ നമുക്ക് കാഴ്ചയുണ്ട്, അതുകൊണ്ട് നമുക്ക് ലോകത്ത് നടക്കുന്ന കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മീയ മനുഷ്യനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് ശ്രദ്ധിക്കുന്നില്ല? നമ്മളിൽ പാപത്തിൻ്റെ സ്വാധീനങ്ങളുണ്ട്.
ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തുടരുന്നുണ്ട്. നമ്മുടെ ആത്മരക്ഷ അപകടത്തിലാക്കുന്ന പലതും നമ്മൾ ഇന്ന് താലോലിക്കുന്നുണ്ടായിട്ട് എന്തുകൊണ്ട് നമ്മൾ ആത്മീയ അന്ധരായി തുടരുന്നു? സ്വന്തം സഹോദരനെ സ്നേഹിക്കാൻ പറ്റാതെ, കൂടെ താമസിക്കുന്നവരെ കരുതാൻ പറ്റാതെ, നമ്മുടെ തന്നെ സ്വന്തം അപ്പനെയും അമ്മയെയും ജീവിത പങ്കാളിയും മക്കളെയൊക്കെ മനസ്സിലാക്കേണ്ടതുപോലെ കരുതേണ്ടതുപോലെ കരുതാതെ കടന്നു പോകുമ്പോൾ നമ്മൾ ആത്മീയ അന്ധതയിലാണ് എന്ന് സുവിശേഷം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി തുടർന്ന് കർത്താവിൻ്റെ വചനം കൂട്ടിച്ചേരാൻ നിങ്ങൾ ഭയപ്പെടരുത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഭയപ്പെടരുതെന്ന് പറയും. എന്താണ് സംഭവിക്കുന്നത്? അത് തൊട്ടു മുമ്പുള്ള വചനഭാഗങ്ങളിൽ കാലത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഭൂകമ്പങ്ങളുണ്ടാകും, പ്രകൃതിക്ഷോഭങ്ങളുണ്ടാകും, അതോടെ രോഗപീഠകളുണ്ടാകും, യുദ്ധങ്ങളുണ്ടാകും. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. പിന്നെന്ത് ചെയ്യണം? നമ്മൾ ആത്മീയമായി വിവേകമുള്ളവരായിട്ട് പ്രവർത്തിക്കണം, വിജിലൻ്റ് ആകണം, ഉണർന്നിരിക്കണം എന്നൊക്കെയുള്ള സന്ദേശമാണ് അതുമായി ബന്ധപ്പെട്ട് സുവിശേഷം തരുന്നത്. എന്നിട്ട് ഏറ്റവും അവസാനം കൂട്ടിച്ചേർക്കുന്ന പിൻ പോയിന്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഫിക്സ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഇതെല്ലാം മാറേണ്ടതാണ്, ഇതെല്ലാം മാറ്റപ്പെട്ടു, ഇതെല്ലാം കടന്നു പോകേണ്ടതാണ്. അതുകൊണ്ട് എന്തു ചെയ്യണം? നിങ്ങൾ കർത്താവിൻ്റെ വചനത്തിൽ ഹൃദയത്തെ ഉറപ്പിക്കണം. ആകാശവും ഭൂമിയും കടന്നു പോയാലും എൻ്റെ വചനം എന്നും നിലനിൽക്കുന്നതാണ്. അപ്പോൾ ഈ എന്നും നിലനിൽക്കുന്ന വചനത്തിൽ ഹൃദയം ഉറപ്പിക്കുകയും ജീവിതം ഫിക്സ് ചെയ്യുകയും ഒരിക്കലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ നാം വിശ്വസിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ആത്മീയ ജീവിതമാണ് നമ്മൾ നയിക്കേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൻ്റെ മൊത്തമായി നമ്മൾ എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാവുന്ന ആത്മീയ സന്ദേശങ്ങൾ. ബാക്കി ഏതിൽ നമ്മുടെ ജീവിതം ഫിക്സ് ചെയ്താൽ അതെല്ലാം മാറും. ലോകത്ത് ഫിക്സ് ചെയ്തോ അത് മാറും, മനുഷ്യരിൽ ഫിക്സ് ചെയ്തോ മനുഷ്യർ നാളെ ഇല്ലാതാവും. നമ്മുടെ ജീവിത പങ്കാളിയിലും മക്കളിലും നമ്മുടെ ജീവിതവും നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഫിക്സ് ചെയ്തൊക്കെ നാളെ ഇവരൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അവരോടൊപ്പം നമ്മുടെ സ്വപ്നങ്ങളും നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, കർത്താവിൻ്റെ വചനത്തിലും അവൻ്റെ വാഗ്ദത്തങ്ങളിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. കാരണം എന്താ? ആ വചനത്തിൻ്റെ ഏറ്റവും ഉന്നതമായ വാഗ്ദാനമാണ്, യേശുവിൻ്റെ ഏറ്റവും വിലയേറിയ വാഗ്ദാനങ്ങളിൽ ഒന്നാണ് നിത്യജീവനെക്കുറിച്ച്, വരാനിരിക്കുന്ന ജീവിതത്തെക്കുറിച്ചും നിത്യതയിൽ അവനോടൊപ്പം എക്കാലവും വസിക്കുന്ന ഒരാത്മീയ സൗഭാഗ്യത്തെക്കുറിച്ചുള്ളത്, നമ്മുടെ ആത്മരക്ഷയെക്കുറിച്ചുള്ള വാഗ്ദാനം, അവൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചുള്ള പ്രൊഫസി. ഇതെല്ലാം ഈശോ വചനത്തിലൂടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള. അപ്പോൾ കർത്താവിൻ്റെ വചനത്തിൽ നാം വിശ്വസിക്കാൻ തയ്യാറായാൽ സംഭവിക്കുന്നതിനാ, അതൊരിക്കലും മാറ്റമില്ലാത്തത് കൊണ്ട് നമ്മൾ വിശ്വസിക്കുന്ന വിഷയങ്ങൾ നിശ്ചയമായും നമ്മളിൽ സംഭവിക്കും. കാരണം അതൊരു മാറ്റമില്ല, അത് ദൈവത്തിൻ്റെ വചനമാണ്. ഇന്നോളം കർത്താവ് പറഞ്ഞിട്ടുള്ളതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അവൻ്റെ വാഗ്ദത്തങ്ങളെല്ലാം നിറവേറ്റപ്പെട്ടതാണ്, അവൻ്റെ രണ്ടാം വരവൊഴികെ. അപ്പം അതിനെക്കുറിച്ചുള്ള വാഗ്ദത്തങ്ങളിലും നമ്മൾ വിശ്വസിച്ചുകൊണ്ട് ഒരാത്മീയ മനുഷ്യൻ നിരന്തരം പുലർത്തേണ്ട ജാഗ്രതയെക്കുറിച്ചാണ് ഇന്നത്തെ വായന നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി സ്വീകരിച്ചുകൊണ്ട് ഈശോയോടുള്ള സ്നേഹബന്ധത്തിൽ നമ്മെ തന്നെ ക്രമീകരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഉള്ള കൃപയ്ക്കായി ഈ ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.